അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം ആവുമ്പോഴത്തേക്കും നമ്മുടെ ദീനിനെ മുറുകെ പിടിക്കുക എന്നത് തീക്കട്ട പിടിക്കുന്നതിന് സമമായിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്നോട് നിങ്ങൾക്കറിയാം, ഞാൻ യുക്തിവാദികൾക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ എനിക്കെതിരെ വന്ന തെറി കമൻറ്റുകൾ ഞാനിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവർ സംവാദത്തിന് എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. സത്യം നിന്റെ പക്ഷത്താണെങ്കിൽ കൂടി നീ നിന്റെ സഹോദരന്മാരുമായിട്ട് സംവാദത്തിൽ എങ്ങനെ എതിർപ്പിൻ്റെ നിലയിൽ ദേഷ്യത്തിൽ അങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത്. സത്യം നിന്റെ ഭാഗത്തായിരിക്കാം ശരി, എന്നാൽ കൂടി നീ അതിൽ നിന്നും ഒഴിഞ്ഞു മാറണം, തർക്കത്തിൽ നിന്നും നീ ഒഴിഞ്ഞു മാറണം എന്ന് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഈ ദീനുൽ ഇസ്ലാമിനെ ഖിയാമത്ത് നാൾ അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ഇതല്ല ഇതിലപ്പുറം നടക്കും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന യുക്തിവാദികളോട്, സംഘികളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് തെളിവ്. ഞങ്ങളുടെ മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസായാലും ഖുർആൻ വാക്യങ്ങളായാലും ലാസ്റ്റ് ഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ പോരാടുന്നവർ കൂടുതലായിരിക്കും, സത്യവിശ്വാസികൾ അതിൽ കടന്ന് വെന്ത് നീറും, ദീനിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വെന്ത് നീറും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അധികം തർക്കത്തിന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാളെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുന്നതോ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നില്ല. അത് സ്വന്തം സമുദായത്തിലായാൽ കൂടി അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരായാൽ കൂടി മറ്റുള്ള മതത്തിനെ നിങ്ങൾ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിം സമുദായമാണ് അല്ലെങ്കിൽ മുസ്ലിം എന്ന മതമാണ് മറ്റുള്ള മതത്തിനെ കളിയാക്കുന്നത്, അധിക്ഷേപിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പഠിച്ച ഇസ്ലാമിൽ, എൻ്റെ ഇസ്ലാമിൽ മറ്റു മതസ്ഥരെ അത്രയധികം ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളോടും സംവാദത്തിനോ കളിയാക്കലിനോ എതിർപ്പിനോ വേണ്ടാത്ത വാക്ക് പറയാനോ ഞാൻ ആളല്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അത് ഇതിനകം ബാത്തിലായി പോകും എന്നുള്ളതാണ് വിശ്വാസം. നമ്മൾ 100% ഈമാനിൻ്റെ വക്കത്തല്ലെങ്കിൽ കൂടി ഞാൻ പറയട്ടെ, കുറച്ചെങ്കിലും നമ്മൾക്കും വേണ്ടേ ആ ഒരു ഈമാന് നമ്മളെ ഉള്ളിൽ നിന്നും പോവാതിരിക്കാൻ നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിൻപറ്റണം എന്നുള്ളതാണ്. നമ്മൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, എൻ്റെ നല്ല സഹോദരങ്ങൾ ഇതിനകം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഞാനിവിടെ സംവാദത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ പേഴ്സണലി എനിക്ക് ഒരാളോടും സംവാദത്തിന് ഏർപ്പെടാൻ താല്പര്യം ഇല്ല. ഓക്കെ, അത് ഖുർആനിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പലമാതിരി നമ്മൾ പേടിച്ചോടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പേടിച്ചോടുന്നത് ഇവിടെ ആരാണ് എന്നുള്ളതും ആരാണ് ഇവിടെ തകർന്നു വീഴുന്നത് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്റർടൈൻ ചെയ്യുന്ന ഇവിടുത്തെ എത്തിസ്റ്റുകളില്ലേ, യുക്തിവാദികൾ, അവരുടെ പേരെന്താണെന്നറിയോ? ഇസ്ലാം എന്ന് പോയവർക്ക് ഒരു സംഘടന, എക്സ് മുസ്ലിം, എക്സ് MLA എന്നൊക്കെ പറയുന്ന കാര്യമാണ്. എവിടെ ഈന്ന് പോയാൽ ഉളുപ്പില്ലാതെ ആ പേരും വെച്ച് നടക്കണം. നിനക്ക് എന്റെ വഴിക്ക് പോയാൽ പോരെ, എക്സ് മുസ്ലിം. ഈ CPM അല്ലേ എന്റർടൈൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദു മത വിശ്വാസം ഒഴിവാക്കി പോകുന്നവരെ നിങ്ങൾ എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യൻ എന്ന് പറയുന്നുണ്ടോ? എവിടെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഈ CPM-കാരൻ ബുദ്ധിജീവി ജാടകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറ, എത്ര ആസൂത്രിതമായി
മലപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന തന്ത്രം എന്താണ്? അവിടുത്തെ മുസ്ലിങ്ങളെ തമ്മിൽ കുഴപ്പമുണ്ടാക്കുക ഇല്ലേ? അവർക്കിടയിൽ പൈസക്കാര് അധികാരമോഹികളായിട്ടോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും പിടിച്ച് കുറച്ച് പ്രസംഗിക്കുന്നവന് വർത്താനം പറയുന്ന മുസ്ലിം തന്നെ അവനെ കൊണ്ടുവന്ന് താനൂരിൽ, അവനെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്ത്, അവനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ, അവനെ കൊണ്ടുവന്ന് കൊണ്ടോട്ടിയിൽ. മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ തരയുക. എന്തിന്? മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ. പയ്യന്നൂർ അങ്ങനെയാ, കണ്ണൂർ അങ്ങനെയാ, തലശ്ശേരിയിലും വടകര താലൂക്കിലും അങ്ങനെയാ. അല്ല, ഇവിടെ എങ്ങനെയാണ്? സമുദായങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിങ്ങളെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുക, അവരെ വേറെ തന്നെ മാറ്റി നിർത്തുക. എവിടെ? ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക. നിരന്തരമായി മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പറഞ്ഞ് മറ്റൊരുത്തന്റെ മനസ്സിലേക്ക് വിഷം നിറക്കുക. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഭീകരമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക. അങ്ങനെയല്ലേ തളിപ്പറമ്പ്? ഞാൻ പയ്യന്നൂർ വെച്ചല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയല്ലേ തളിപ്പറമ്പ് കലാപം? അങ്ങനെയല്ലേ ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായത്, നാദാപുരം കലാപം ഉണ്ടായത്? ഇവിടങ്ങളിലൊക്കെയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോ അതിന്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, മാടായിൽ ഉണ്ടായിരുന്ന കലാപങ്ങളുടെ പിറകിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? സാമ്പത്തികമായി ഒരു വിഭാഗത്തെ തകർക്കുക. ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യന്റെ പരാമർശം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര നിന്ദ്യമാണ്, എത്ര നീചമാണ്. ഇവരിൽ നിന്നൊക്കെ സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, മുഹമ്മദ് നബി പണ്ട് ഇതേപോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. ആരും കല്ല് ബോംബൊന്നും എറിയരുത്. അതായത് കണ്ടോ, ആരും കല്ലും ബോംബ് എറിയരുത് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി പണ്ടൊരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. എത്ര മ്ലേച്ഛമായ പരാമർശമാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തെളിവോടുകൂടിയേ സംസാരിക്കാവൂ, വസ്തുതകളോടുകൂടിയേ സംസാരിക്കാവൂ. എന്ത് തെളിവാണുള്ളത്? തൻ്റെ നാവ് 5 മീറ്റർ നീളമുണ്ട് എന്നതൊഴിച്ച് നിർത്തിയാൽ എന്താണുള്ളത്? 2 ചുണ്ടുകൾക്കിടയിൽ ഒരു അനുഗ്രഹീത നാവ് കിട്ടിയിട്ട് അതുകൊണ്ട് തോന്നിയാസം പറയുകയാണ്. പ്രവാചക തിരുമേനിയുടെ പേരിൽ തോന്നിയാസം പറയുകയാണ്. പ്രവാചകൻ ബലാത്സംഗം ചെയ്തു. അക്കാലഘട്ടത്തിൽ ആരാണെന്ന് പറഞ്ഞത്? ലോക ചരിത്രത്തിൽ ഈ വിമർശനം നബിയുടെ സമകാലക്കാരോ അതിനുശേഷമുള്ളവരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആധുനിക യുക്തിവാദികളുടെ നാവ് എന്തും പറയും. വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തും പറയുക. എന്നിട്ട് പറയാണ് ആരും ബോംബിടരുത് എന്ന്. ഏതെങ്കിലും ഒരു സംവാദത്തിൽ മുസ്ലിങ്ങൾ ബോംബിട്ടിട്ടുണ്ടോ? മാത്രമല്ല 2021 ജനുവരി 9 ഒരു സംവാദം നടന്നിട്ട് ആ സംവാദത്തിൽ വന്ന ആ സംവാദം കൊളാക്കാൻ വേണ്ടി ശ്രമിച്ച ഏക വ്യക്തിയാണ് ഈ പറയുന്നത്. അത് ഞാൻ മുമ്പ് ക്ലിപ്പിട്ടിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗം ഇടുന്നില്ല. അവിടെ വന്ന് ബഹളമുണ്ടാക്കുകയും ഒച്ച ഉണ്ടാക്കുകയും യുക്തിവാദിയായ മോഡറേറ്റർക്ക് ഇരിക്കവിടെ എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടാക്കിയ ഈ മനുഷ്യനാണ് പറയുന്നത് അവിടെ ബോംബിടരുത്. മുഹമ്മദ് നബിയാണ് എന്ന് ലിയാഖത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചത് മതമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വളരെ പരിശുദ്ധനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ഒളിക്കണ്ണിട്ട് പോലും അക്കാലഘട്ടത്തിലെ ഒരു സ്ത്രീയും പ്രവാചകന്റെ നേരെ വളരെ മോശമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അബൂ സുഫിയാൻ അക്കാലഘട്ടം, ഇന്നത്തെ കാലമല്ല, 1400 വർഷം പിന്നിട്ട കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അബൂ സുഫിയാന്റെ മകളെ പ്രവാചകന്റെ ഭാര്യയായി ലഭിച്ച ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യന്റെ കൂടെയാണ് എൻ്റെ മകൾ ജീവിക്കുന്നത് എന്നാണ്. ലൈംഗികമായ എന്തെങ്കിലും ഒരു ദുരാരോപണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എത്ര മോശമായ, എത്ര മ്ലേച്ഛമായ. മാത്രമല്ല, ഇന്നും മുസ്ലിമീങ്ങൾ കണ്ണ് നിയന്ത്രിക്കുന്നത്, കാത് നിയന്ത്രിക്കുന്നത്, നാവ് നിയന്ത്രിക്കുന്നത്, കാല് നിയന്ത്രിക്കുന്നത്, പ്രത്യുൽപാദനം നിയന്ത്രിക്കുന്നത് ഈ പ്രവാചകന്റെ ജീവിത വിശുദ്ധി കണ്ടും അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ മാതൃകാപരമായി കാണുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പെണ്ണുപിടിയനായി ചിത്രീകരിച്ച്, വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളായി ചിത്രീകരിച്ച്, ലൈംഗികമായ അരാജകത്വവാദിയായി നബിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യന്റെ പരാമർശം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര നിന്ദ്യമാണ്, എത്ര നീചമാണ്. ഇവരിൽ നിന്നൊക്കെ സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. എല്ലാവരെയും അള്ളാഹു തൗഹീദിന്റെ മാർഗത്തിൽ ആക്കി തരട്ടെ. നമ്മുടെ അവസാനം നല്ല ഈമാനുള്ള മൗത്ത് റബ്ബ് ആക്കി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു മുസൽമാനും ഈമാൻ ഉള്ള ഒരു മുസ്ലിമും ഒരിക്കലും ഒരു തീവ്രവാദിയാവുകയില്ല കേട്ടോ. അത്രയേറെ ഉള്ളിൽ ഈമാൻ കൊണ്ട് നടക്കുന്ന ഒരു മുസൽമാനും ഒരിക്കലും മറ്റു മതസ്ഥരെ നോവിക്കുകയില്ല, കളിയാക്കുകയില്ല. അവരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇസ്ലാം നന്മയുടെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും ഹൈറാക്കട്ടെ. ഹിദായത്തിൻ്റെ പാതയിൽ ഈ പറയപ്പെടുന്ന എല്ലാ യുക്തിവാദികളും ഇതല്ല ശരി എന്ന് വിചാരിച്ച്
ഇസ്ലാമിൻ്റെ നേരായ മാർഗത്തിൽ വരാൻ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.